ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി വെജ് പുലാവ് ഉണ്ടാക്കിയാലോ? കമോൺ ഗൈസ്. പുലാവിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം നോക്കാം. ഒരു 1.5 കപ്പ് അരി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള ചോപ്പ് ചെയ്തത്, ഒരു ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്, ഒരു ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, ഒരു തക്കാളി ചോപ്പ് ചെയ്തത്, ബീൻസ് 10 എണ്ണം ചോപ്പ് ചെയ്തത്, ഒരു പൊട്ടാറ്റോ ചോപ്പ് ചെയ്തത്, 3 പച്ചമുളക്, ആവശ്യത്തിന് മല്ലിയില ചോപ്പ് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 3 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. അടുത്തത് മസാല സ്പൈസസ് ആണ്. കുറച്ച് പെരിഞ്ജീരകം, ഏലക്ക, ഉലുവ, തക്കോലം, പിന്നെ 2 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ജീരകം 1 ടീസ്പൂൺ മതി. ഇനി 2 കപ്പ് തേങ്ങാപ്പാലും കൂടാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഒരല്പം കടുക്, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, ഗാർലിക് ഹെർബ്സിൻ്റെ ബട്ടർ, അവസാനമായി 1 കപ്പ് വെള്ളം. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് നമ്മുടെ പാത്രം ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും ഒരല്പം വെളിച്ചെണ്ണയും ഒരല്പം ബട്ടറും ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് കടുകും നമ്മുടെ മസാല സ്പൈസസും ജീരകവും ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴട്ടാം. ഇനി അതിൻ്റെ ഒപ്പം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കാം. ഇനി ചോപ്പ് ചെയ്ത ബീൻസും പൊട്ടാറ്റോയും ക്യാരറ്റും പച്ചമുളകും തക്കാളിയും ക്യാപ്സിക്കവും ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴട്ടി ഒരു 2 മിനിറ്റ് വേവിക്കാൻ വെക്കാം. ഇനി അടുത്തതായി ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന 1.5 കപ്പ് അരിയും കൂടെ ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം നമുക്ക് 2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ഒരല്പം ഒലിവെണ്ണയും കൂടെ ചേർത്തതിന് ശേഷം അരി ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടാണ് കേട്ടോ വെക്കേണ്ടത്. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വെജ് പുലാവ് ഇതാ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഒലിവ് ഓയിൽ ചേർത്തത് കൊണ്ട് നമ്മുടെ ചോറൊന്നും അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിട്ടില്ല, പാകത്തിനാണ് വെന്തേക്കുന്നത്. ഇനി ലാസ്റ്റ് സെഗ്മെൻ്റ് ആണ് കേട്ടോ. ചോറൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്ത് അവസാനം ഒരല്പം ഗരം മസാലയും കൂടെ ചേർത്ത് ബട്ടറും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് കേട്ടോ. ഈ ആവിയിൽ ഇനി ഈ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്ത് മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മുടെ ഗരം മസാലയും കൂടെ ചോറിലേക്കൊന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക മണമായിരിക്കും നമ്മുടെ വെജ് പുലാവിന്. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഈ വെജ് പുലാവ് ട്രൈ ചെയ്യണം ഗൈസ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഫീഡ്ബാക്സും നിങ്ങൾ ഡെഫിനറ്റ്ലി അറിയിക്കണം. Thank you so much for watching dears. Please like, share and subscribe my channel. See you all with a new recipe.